കൃത്രിമം കാണിക്കാൻ പറ്റുമോ? കിലോമീറ്റർ റീഡിംഗ് മാറ്റാൻ സാധിക്കുമോ? യൂസ്ഡ് കാർ വാങ്ങുമ്പോൾ ഓഡോമീറ്റർ റീഡിംഗ് എങ്ങനെ വിശ്വസിക്കും? ഈ വിശ്വാസം എന്ന് പറയുന്നത് വിശ്വാസമല്ല എല്ലാം എന്നൊക്കെ പരസ്യത്തിൽ പറയുന്നല്ലാതെ വിശ്വാസമൊക്കെ നശിച്ചല്ലോ ഈ കാലത്ത്. നമ്മുടെ കൂടെ മാസങ്ങളോളം ഒരു മുറിക്കകത്ത് കഴിഞ്ഞ ആളെ പോലും വിശ്വസിക്കാൻ പറ്റില്ല. സ്വാർത്ഥലാഭത്തിന് വേണ്ടി അവരൊക്കെ എന്ത് നുണയും വിളിച്ചു പറയുന്ന ഒരു കാലമാണിത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള വളരെ അടുപ്പമുള്ളവരെ പോലും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലത്ത് എങ്ങനെ നമ്മൾ ഓഡോമീറ്ററിനെ വിശ്വസിക്കും എന്നുള്ളതാണ് ചോദിക്കേണ്ട ഒരു ചോദ്യം. ഇപ്പോൾ നമ്മളൊരു യൂസ്ഡ് കാർ വാങ്ങിക്കാൻ പോകുമ്പോഴാണ് ഈ ഓഡോമീറ്ററിന്റെ ഏറ്റവും വലിയ പ്രശ്നം വരുന്നത്. നമ്മൾ നോക്കുമ്പോൾ 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ, വാങ്ങിച്ചേക്കാം എന്ന് വിചാരിച്ച് വാങ്ങിക്കുന്നു. വാങ്ങിച്ചു കഴിഞ്ഞ് എന്തെങ്കിലും ചെറിയ പണിയൊക്കെ വന്ന് നമ്മൾ വർക്ക്ഷോപ്പിൽ ചെല്ലുമ്പോൾ അവർ പറയും, സാറേ ഇത് 50 അല്ല സാറേ, ഇത് കണ്ടമാനം ഓടിയ വണ്ടിയാണല്ലോ, സാറിനെ അവരെ പറ്റിച്ചാണല്ലോ എന്ന് പറയുമ്പോഴാണ് സാർ ആ പടം ഞെട്ടിപ്പോകുന്നത്. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. പക്ഷേ ഇപ്പോഴത്തെ എല്ലാവരും ഒരു വിചാരമുണ്ട് കേട്ടോ, ഒരു തെറ്റിദ്ധാരണയുണ്ട്. അതായത് പണ്ടൊക്കെ നമ്മൾ ഈ അനലോഗ് സ്പീഡോമീറ്ററുകളായിരുന്നു. അത് എന്ന് പറയുന്നത് ഈ അക്കങ്ങൾ ഇങ്ങനെ മാറി മാറി വരുന്ന ചെറിയ ഒരു കൗണ്ടറായിരുന്നു. അപ്പോൾ അതിൽ കാര്യമായ രീതിയിൽ നമുക്ക് കൃത്രിമമൊക്കെ കാണിക്കാമായിരുന്നു. അതിൽ 50,000 ഓടി എന്നുള്ളത് വേണം 20,000 ആക്കാമായിരുന്നു. പക്ഷേ പുതിയ അനലോഗ് മാറിയിട്ട് വന്നിരിക്കുന്ന ഡിജിറ്റൽ മീറ്ററുകൾ ഇതൊന്നും സാധ്യമല്ല എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. എന്നാൽ അങ്ങനെ ഒന്നും വിശ്വസിക്കേണ്ട. അനലോഗ് മീറ്ററുകൾ മാറ്റുന്നതിനൊക്കെ വളരെ എളുപ്പത്തിലാണ് ഡിജിറ്റൽ മീറ്ററുകളിൽ കൃത്രിമം വരുത്താൻ പറ്റുന്നത് എന്നാണ് ഈ രംഗത്തെ ഹാക്കർമാർ ഒക്കെ പറയുന്നത്. അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ മീറ്റർ കൺസോൾ പതുക്കെ ഊരിയെടുത്തിട്ട് അതിൻ്റെ അകത്ത് കണക്ഷൻ നേരെ ലാപ്ടോപ്പിലേക്ക് കൊടുക്കുന്നു. ലാപ്ടോപ്പിൽ എന്നിട്ട് നമുക്ക് ഏത് റീഡിംഗ് ആണ് അതിൽ വേണ്ടത്. ഇപ്പോൾ 10,000, 1,00,000 എന്നുള്ള 10,000 ആണ് ആക്കേണ്ടതെങ്കിൽ ഈ 10,000 എന്ന് പറയുന്ന റീഡിംഗ് ഓഡോമീറ്ററിനെ നിയന്ത്രിക്കുന്ന ചിപ്പിലേക്ക് ഫ്ലാഷ് ചെയ്യുന്നു. പരിപാടി കഴിഞ്ഞു. അതായത് പിന്നെ നമ്മൾ നോക്കുമ്പോൾ മീറ്റർ കൺസോളിൽ കാണുന്ന 10,000 കിലോമീറ്റർ ഓടിയ വാഹനമായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒട്ടും ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ഡിജിറ്റൽ മീറ്ററിൽ മാറ്റം വരുത്തുക എന്നുള്ള കാര്യം. മറ്റേ പഴയ അനലോഗ് മീറ്റർ ഒരു പ്രശ്നം വെച്ചാൽ അനലോഗ് മീറ്ററിൽ നമ്മൾ മാറ്റം വരുത്തി കഴിഞ്ഞാലും 1,00,000 10,000 ആക്കി കഴിഞ്ഞാലും കുറച്ച് ദൂരമൊക്കെ ഓടി കഴിയുമ്പോഴത്തേക്ക് ഇതിങ്ങനെ ചില ഇടമ്പല്ല് എന്നൊക്കെ പറയുന്ന പോലെ ഈ കയറി ഇറങ്ങിയൊക്കെ വരും മീറ്ററിലെ അക്കങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് മനസ്സിലാകും എന്തൊക്കെയോ മാറ്റത്തിൽ വരുത്തിയിട്ടുണ്ടെന്ന്. അലൈൻമെൻറ്റ് വളരെ കൃത്യമാക്കാൻ ബുദ്ധിമുട്ടായിരുന്നു അനലോഗ് മീറ്ററുകളിൽ. പക്ഷേ ഇപ്പോഴത്തെ കാര്യത്തിൽ അങ്ങനെയല്ല. ഡിജിറ്റൽ മീറ്ററിലെല്ലാം കമ്പ്യൂട്ടറൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ വളരെ കൃത്യമായ രീതിയിൽ ആ ഒരു പ്രിസിഷൻ നിലനിർത്തിക്കൊണ്ട് നമുക്കതിൽ മാറ്റം വരുത്താൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒന്നും വിശ്വസിച്ചെടുക്കാൻ പറ്റില്ല. പിന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് എപ്പോഴും കൂടുതൽ ദൂരം ഓടിയ അല്ലെങ്കിൽ കൂടുതൽ ഉപയോഗിച്ചൊരു വാഹനം കാണുമ്പോൾ നമുക്ക് കുറേയൊക്കെ മനസ്സിലാകുമെന്നുള്ള കാര്യമാണ്. 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന് സ്റ്റിയറിംഗ് വീലിൽ കാര്യമായ രീതിയിൽ വെയർ ആൻഡ് ടയർ വന്നിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ ഓടിയ വാഹനമാണെന്ന് പറയാം. അതൊന്നും അല്ലെങ്കിൽ നമ്മൾ നോക്കേണ്ടത് ഈ ക്ലച്ച് പെഡൽ അല്ലെങ്കിൽ ബ്രേക്ക് പെഡലൊക്കെ നോക്കുക. നന്നായിട്ട് തേഞ്ഞിരിപ്പുണ്ടെങ്കിൽ ഇത് 10,000 കിലോമീറ്റർ ഒന്നും ഓടിയ വാഹനമല്ലെന്ന് മനസ്സിലാക്കാം. പിന്നെയുള്ള സീറ്റാണ്. സീറ്റ് കാര്യമായ രീതിയിൽ കുഷനിങ്ങിലൊക്കെ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിലൊക്കെ ഇങ്ങനെ കളർ മാറ്റമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തീരുമാനിക്കാം ഇത് അധിക ദൂരം ഓടിയിട്ടുണ്ട്, ഈ കാണുന്ന ദൂരമല്ല എന്നുള്ള കാര്യം. അതല്ലാതെ പെട്ടെന്ന് ഒരു മനുഷ്യനും കാണാൻ പറ്റാത്ത രീതിയിലുള്ള മാറ്റങ്ങളൊക്കെയാണ് ഇവർ വരുത്തി വയ്ക്കുന്നത്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു മെക്കാനിക്കിനെ കൊണ്ടുപോകുക, മീറ്റർ കൺസോൾ ഊരിയെടുക്കുക, മീറ്റർ കൺസോൾ ഫിറ്റ് ചെയ്തതിനടുത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരുന്നു നോക്കുക, അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും വിരലടയാളങ്ങൾ